ആദ്യമായി സ്നേഹാദരവ് സ്വീകരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട MP ആലത്തൂർ ശ്രീമതി രമ്യ ഹരിദാസ് അവരെ ക്ഷണിക്കുകയാണ്. ആലത്തൂരിൽ നിന്ന് പാർലമെന്റിലേക്ക് 2019 തിരഞ്ഞെടുക്കപ്പെട്ടു. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച മഹിളാരൻ നല്ലൊരു ഗായിക കൂടിയാണ്. യുവജനങ്ങളുടെ ഹരവും പ്രചോദനവുമാണ്. കൂടാതെ പുതിയ തലമുറയ്ക്ക് മാതൃകയും പ്രതീക്ഷയും പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിവുള്ള അപൂർവ വ്യക്തിത്വത്തിന് ഉടമയുമാണ്. ശ്രീമതി രമ്യ ഹരിദാസ് അവർ ബ്രഹ്മകുമാരി മീന ബെഞ്ചിയിൽ നിന്ന് ശിവശക്തി പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ബ്രഹ്മകുമാരീസ് ഈശ്വര വിദ്യാലയത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയ പ്രസംഗത്തിന് ഉചിതമല്ല ഈ വേദി. എത്രയോ ആളുകളുടെ ജീവിതാനുഭവങ്ങളും അവർ പങ്കുവെക്കുന്ന ആശയങ്ങളും കേൾക്കാൻ വിശാലമായ ഹൃദയവും മനസ്സും കാതുകളും സമർപ്പിച്ചിരിക്കുന്ന അമ്മമാരും മുത്തശ്ശിമാരും ഇരിക്കുന്ന, അനുഭവങ്ങളുടെ ഒത്തിരി കഥകൾ പറയുവാൻ സാധിക്കുന്ന ഗുരുശ്രേഷ്ഠരോടും ആദ്യം തന്നെ നമസ്കാരം പറയുകയാണ്. ഒരു ജീവിതത്തിൽ ഓരോ ആളുകൾക്കും തങ്ങളുടെ ജീവിതത്തിന് കൃത്യമായിട്ട് ഈ നാടിനു വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടമുള്ള പ്രദേശത്തിന് വേണ്ടി, നാം പ്രതിനിധാനം ചെയ്യുന്ന ഇടത്തിനു വേണ്ടി ഒത്തിരി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുവാനുണ്ട്. അത്തരം കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ മുന്നോട്ടുള്ള യാത്രയിൽ പ്രചോദനമാകുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് ശിവജയന്തി ദിനത്തിൽ ബ്രഹ്മകുമാരീസിന്റെ നേതൃത്വത്തിൽ ഈ ചടങ്ങ് നടത്തിയിരിക്കുന്നത്. ഓരോ ആദരവ് ഏറ്റുവാങ്ങുമ്പോഴും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കാരണം സമൂഹത്തിനോട് ഇടപെടുമ്പോൾ നാം പാലിക്കേണ്ട കൃത്യതയും പറയുന്ന വാക്കുകളുടെ ശുദ്ധിയും ആ വാക്കുകളുടെ ശുദ്ധിയോടൊപ്പം തന്നെ പ്രവർത്തനം കൂടി ചേരുമ്പോഴാണ് നിങ്ങൾ ഈ നൽകുന്ന ആദരവിനോട് പൂർണ്ണമായിട്ടും അതിൻ്റെ അർത്ഥതലത്തിൽ നിന്നുകൊണ്ട് ആ പ്രതിബദ്ധത കാണിക്കുവാൻ സാധിക്കുകയുള്ളൂ. കുട്ടിക്കാലത്ത്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്, എന്നെ കുട്ടിക്കാലത്ത് ജനിച്ച നാൾ മുതൽ ഒരു സ്ത്രീ എന്ന് പറയുന്ന ആദ്യം നമ്മൾ ജീവിതത്തിൽ കാണുന്നത് ആരെയെന്ന് ചോദിച്ചാൽ അമ്മയെയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തയായിരിക്കുന്ന സ്ത്രീ ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക എൻ്റെ അമ്മയെയാണ്. നിങ്ങൾ ഓരോരുത്തരോട് ചോദിച്ചാലും നിങ്ങളും പറയുക അമ്മയാണ്. ആ അമ്മയ്ക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്ന് നമ്മൾ മുന്നോട്ട് പോകും തോറും എന്തൊരു പ്രതിസന്ധി വന്നാലും അവിടെ നമ്മളെ ചേർത്ത് നിർത്താൻ അമ്മയുടെ ഒരു കൈത്താങ്ങ് അല്ലെങ്കിൽ ഒരു കരുതൽ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. അമ്മൂമ്മ പറയും, കുട്ടിക്കാലത്ത് ഒരു വിശ്വാസിയായി, കാരണം നാമം ജപിക്കണം, സന്ധ്യയ്ക്ക് കൈകാൽ കഴുകി വൃത്തിയാക്കി ശുചിത്വത്തോടു കൂടി വീട്ടിൽ വരണം, നാമം ജപിക്കണമെന്ന് പറയുന്ന സമയം അമ്മൂമ്മ പറയും, ഒരു നല്ല വിശ്വാസിയാകുമ്പോൾ
മറ്റു വിശ്വാസങ്ങളെ കൂടി ചേർത്ത് നിർത്തുവാനും ആ വിശ്വാസിക്ക് ആ വിശ്വാസം ഉറപ്പുവരുത്തുന്നതിന് അവരോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരു നല്ല പൊതുപ്രവർത്തകയാകാൻ സാധിക്കുക. ഇന്ന് എൻ്റെ അമ്മൂമ്മ ജീവിച്ചിരിപ്പില്ല, പക്ഷേ ഇന്ന് മുന്നോട്ട് പോകുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ അമ്മൂമ്മയുടെ ആ വാക്കുകൾ എത്രത്തോളം അർത്ഥവത്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ കർമ്മപദത്തിൽ മുന്നോട്ട് സഞ്ചരിക്കുവാൻ അത്രയും അനുഭവ സമ്പത്തുണ്ടായിരുന്ന അമ്മൂമ്മ പറഞ്ഞ കഥകളും കൂടി ചേർന്നുകൊണ്ട്, അനുഭവങ്ങളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട്, ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ എനിക്കുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഏറ്റവും ശക്തിയുക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും അമ്മമാരാണ്, അമ്മൂമ്മമാരാണ്, അല്ലെ? ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ജന്മം കൊടുക്കാൻ തയ്യാറായ സമയം മുതൽ ആ അമ്മ ജീവിക്കുന്നത് ആ കുഞ്ഞിന് വേണ്ടിയാണ്. ആ കുഞ്ഞിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുഞ്ഞെന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട്, ഒരു സമൂഹത്തിന്റെ പൊതുവായിരിക്കുന്ന ഒരു സമ്പത്താണ്. ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുവാൻ എങ്ങനെയായിരിക്കണം ആ കുഞ്ഞ് വളർന്നു വരേണ്ടത് എന്ന് തീരുമാനിക്കുകയും, നേരത്തെ ഇവിടെ സന്യാസി സമൂഹത്തിൽ നിന്ന് പ്രതിനിധിച്ച സിസ്റ്ററോടെ സൂചിപ്പിച്ച പോലെ തന്നെ എങ്ങനെയായിരിക്കണം അതിന്റെ അടിത്തറ പാകേണ്ടത്. ആ അടിത്തറ പാകുന്നത് ആരെന്ന് ചോദിച്ചാൽ അതൊരു സ്ത്രീയാണ്, അത് അമ്മയാണ്. പലപ്പോഴും ഞാനത് പറയും. ഒരമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ജന്മമെടുക്കാൻ തുടങ്ങുന്ന സമയം അമ്മ പ്രാർത്ഥിക്കുന്നതും അമ്മൂമ്മയാകട്ടെ കുടുംബാംഗങ്ങളെല്ലാം ആ കുഞ്ഞിനെ കാത്തിരിക്കുകയാണ്. ആ കുഞ്ഞ് നാളെ ഒരു IAS കാരനാകണമെന്നോ ഒരു IPS കാരനാകണമെന്നോ അല്ല അമ്മ ആഗ്രഹിക്കുന്നത്. പൂർണ്ണ ആരോഗ്യത്തോടുള്ള ഒരു കുഞ്ഞിനെ തനിക്ക് നൽകണമേ എന്നാ പ്രാർത്ഥിക്കുന്നത്. അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് അവരത് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ കുഞ്ഞിനുള്ളിൽ ഒരു ആത്മീയത ഉണ്ടായിരിക്കണം. എവിടെയെങ്കിലും തെറ്റു ചെയ്യുവാൻ ഏതെങ്കിലും വഴിയിലേക്ക് വ്യതിചലിക്കപ്പെട്ടു പോകുന്ന സമയത്ത് ആ ആത്മീയതയിലൂടെ നമുക്ക് ആ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് വഴിതിരിച്ചു വിടാൻ സാധിക്കുമെന്നുള്ളത് അമ്മയ്ക്ക് അറിയാം. ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്ന അമ്മ ജീവിക്കുന്നത് മുഴുവൻ ആ കുഞ്ഞിന് വേണ്ടിയായിരിക്കും. അമ്മ കാത്തു കാത്തുണ്ടായൊരു അമ്പേറ്റി കണ്ണുണ്ടിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം ചോടമ്മയ്ക്കുമ്പോൾ അമ്മയ്ക്കോ നെഞ്ചിൽ കുളിയാൻ കുരുന്നാകുമുള്ളി അച്ഛനൊറ്റുണ്ടായി അമ്മ കാത്തു കാത്തുണ്ടായൊരു അമ്പോറ്റി കണ്ണന്റെ മുന്നിൽ അമ്മ കൊണ്ടിട്ടു കിട്ടിയ പുണ്യം അല്ലേ? അത് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ ആശുപത്രിയിൽ വെച്ച് പാതിരാത്രി 12 മണിക്ക് തന്റെ ശരീരത്തിലെ മുഴുവൻ നാഡീ ഞരമ്പുകളും വലിഞ്ഞമർന്നുകൊണ്ട് തന്റെ അസ്ഥികൾ മുഴുവൻ ചുരുങ്ങിക്കൊണ്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ആ വേദനയിൽ നിന്ന് ആ കുഞ്ഞ് വാവിട്ട് കരഞ്ഞ് ഈ സുന്ദരമായിരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ സുന്ദരമായിരിക്കുന്ന ഈ ഭൂമിയിലേക്ക് ആ കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ ആ വേദനയിൽ പുഞ്ചിരിക്കുവാൻ കഴിയുന്നത് ആർക്കെന്ന് ചോദിച്ചാൽ അതൊരമ്മയ്ക്ക് മാത്രം പറ്റുന്നതാണ്, അതൊരു സ്ത്രീക്ക് മാത്രം സാധ്യമാകുന്നതാണ്. എത്രത്തോളം ശ്രേഷ്ഠമാണ് അല്ലേ? തന്റെ ശാരീരികപരമായ എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ചുകൊണ്ട് ഞാൻ പലപ്പോഴും പറയും, ഏറ്റവും നല്ല ബഡ്ജറ്റ് ആരാണ് അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് കേന്ദ്രത്തിന്റെയോ കേരളത്തിന്റെയോ ബഡ്ജറ്റ് അല്ല, ഒരു വീട്ടിലെ ബഡ്ജറ്റ് കൈകാര്യം ചെയ്യുന്ന അതിന്റെ കുടുംബനാഥയാണ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പറയും, ആ ബഡ്ജറ്റ് മാത്രമല്ല അവളുടെ കൈകളിൽ ഭദ്രം ഈ രാജ്യത്തിന്റെ, ഈ നാടിന്റെ, ഈ സമൂഹത്തിന്റെ ഏത് മേഖലകളും അവരുടെ കൈകളിലേക്ക് എത്തിയ
നടത്തിയാൽ അത് സുഖസുന്ദരമായി ഒരു കുടുംബം കൊണ്ടുപോകുന്ന പോലെ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന വ്യക്തിത്വങ്ങളെ ഇന്ന് ഇവിടെ വേദിയിൽ ആദരിക്കപ്പെടുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഈ ദിനത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കുവാൻ കഴിഞ്ഞതിലും അതിയായ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആലത്തൂരിലേക്ക് വന്നപ്പോൾ ഇരുകരങ്ങളും നീട്ടി ആലത്തൂരുകാരോടൊപ്പം ചുറ്റുവട്ടമുള്ള ലോകമെമ്പാടുമുള്ള മലയാളികൾ ഹൃദയം കൊണ്ട് ഒരു മകളായി തന്നെ സ്വീകരിച്ച് മുന്നോട്ട് ജൈത്രയാത്ര ചെയ്യുമ്പോൾ എത്രയോ ആളുകളുടെ, എത്രയോ അമ്മമാരുടെ, അമ്മൂമ്മമാരുടെ, മുത്തശ്ശിമാരുടെ പ്രാർത്ഥനയും ആത്മീയപരമായിരിക്കുന്ന ഒരു ചൈതന്യം കൂടി കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നുണ്ട്. എന്റെ ദിവസങ്ങളിലെ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയപരമായിരിക്കുന്ന പല തീരുമാനങ്ങളും എടുക്കുന്ന ഈ ഒരു ദിനത്തിൽ ഇന്ന് സിസ്റ്റർ നേതൃത്വം കൊടുത്തിരുന്ന ആ ഒരു ആത്മീയതയിലൂടെ, ആ ഒരു മെഡിറ്റേഷനിലൂടെ എനിക്ക് പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോകുവാൻ ബ്രഹ്മകുമാരീസിന്റെ ഈശ്വരവിദ്യാലയത്തിന്റെ ഈ വേദി അതിന് ഉചിതമായിരുന്നു. അതിന് ഹൃദയം തുറന്ന നന്ദി കൂടി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ഭാവുകങ്ങളും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയും അത് നൽകിക്കൊണ്ട് മുന്നോട്ട് കരുത്താകാൻ കൂടെ ചേർന്ന് നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് അല്പനേരത്തേക്ക് കാതുകളും വിശാലമായ മനസ്സിൽ ഒരു ഇടം നൽകിയതിന് ഹൃദയം തുറന്ന നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സുന്ദരമായിരിക്കുന്ന ഈ ഒരു ഭൂമിയിൽ അല്ലെ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ സുന്ദരമായ ഭൂമിയിലേക്ക് വരാൻ കാത്തിരിക്കുന്ന പുതിയ തലമുറയ്ക്ക്, വരാൻ പോകുന്ന പുൽനാമ്പുകൾക്ക് ഒരു നല്ല സുന്ദരമായിരിക്കുന്ന ഭൂമി നമുക്ക് പടുത്തുയർത്താം. നമ്മുടെ കൈകളിൽ പൂർവികർ ഏൽപ്പിച്ചിരിക്കുന്ന പ്രകൃതിയും പ്രകൃതി സമ്പത്തും നമ്മൾ അനുഭവിച്ച സ്വാതന്ത്ര്യവും വരും തലമുറയ്ക്ക് ആ മതേതരത്വവും മതസൗഹാർദ്ദവും സാഹോദര്യവും പകർന്നു നൽകുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ, പ്രയത്നിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്ന് വലിയ ഒരു സല്യൂട്ട് നൽകുന്നു. ആദരിക്കപ്പെടുന്ന പെട്ട വ്യക്തികളെല്ലാം ഓരോ ഭാവനകൾ നൽകിയ അവരെ 1000 ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളുടെ അനുവാദത്തോടുകൂടി വനിതാ ദിനാഘോഷത്തിന്റെ മറ്റു പരിപാടികളിലേക്ക് പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പോകേണ്ടതുള്ളത് കൊണ്ട് നിങ്ങളുടെ അനുവാദം ചോദിച്ചുകൊണ്ട് ഞാൻ ഈ വേദിയിൽ നിന്ന് വിടവാങ്ങുകയാണ്. വീണ്ടും നമുക്ക് നാളുകളിൽ കണ്ടുമുട്ടുന്നതിന് വേണ്ടി, വരാൻ പോകുന്ന നാളുകളിലേക്കുള്ള പ്രചോദനമായി തിരികെ എത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ അനുവാദവും പ്രാർത്ഥനയും മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.